ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊഫൈലിനെ പറ്റി പഠിച്ചു. ഇനി എന്താണ് ഫേസ്ബുക്ക് പേജ് എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനാണ് ചെയ്യാൻ പറ്റിയ നമ്മുടെ സ്ഥലമാണെങ്കിലും നമ്മുടെ പേരിലാണല്ലോ അറിയപ്പെടുക, അല്ലെങ്കിൽ അതിൻ്റെ ആധാരത്തിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പേജല്ല ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ പേരല്ല ഉണ്ടാവുക, പേജല്ല പേരല്ല ഉണ്ടാവുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ ഒരു പേജ് എന്ന് പറയുന്നത് ഫോർ ബിസിനസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനാണ്. പേജസ് എന്ന് പറയുന്നത് ഫോർ ബിസിനസ് അല്ലെങ്കിൽ ക്രിയേറ്റീവ്സ്. ഇതിൻ്റെ അടുത്ത് എന്താണ്, അതായത് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ മോട്ടിവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിസിനസ് ഉണക്കോ അല്ലെങ്കിൽ കമ്പനിക്കോ സ്ഥാപനത്തിനോ അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ അല്ലാത്ത ഒരു വസ്തുവിന്, ഫിസിക്കലായ ഒരു വസ്തുവിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പേജുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പേജ് ഉണ്ടാക്കാൻ പറ്റാൻ പറ്റില്ല എന്നുള്ളതല്ല. ഇപ്പോൾ ഷെമീസ് കിച്ചൺ, ഷെമിയുടെ കിച്ചൺ കാണിക്കാൻ വേണ്ടി നമുക്കൊരു പേജ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ എൻ്റെ മോട്ടിവേഷൻ ക്ലാസ് ആണെന്ന് വിചാരിക്കും, ബൈബിൾസ് മോട്ടിവേഷൻ ആണെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്ലാസ് ഉണ്ടാക്കാൻ പറ്റും, ഒരു പേജ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഒരു കാര്യത്തിനെ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാൻവാസ് ആയിട്ടോ മാത്രമാണ് ഫേസ്ബുക്കിൽ പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. ആ ഒരു ഓപ്ഷൻ കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ ഫേസ്ബുക്ക് സ്ക്രീൻ കാണാനില്ലേ, ഒന്നുമില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ സീ മോർ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ പേജസ് ഉണ്ടാവും. അതല്ലെങ്കിൽ മെനു എന്ന് പറയുന്ന ഓപ്ഷൻ, ഫോണിലാണെങ്കിലും എവിടെയാണെങ്കിലും മെനു എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഇവിടെ പേജസ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഈ ഒരു ഓപ്ഷനിൽ പോയി തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് പേജ് എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇവിടെ 1 2 3 4 പേജ് നമുക്കുണ്ട്. പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ആദ്യത്തെ സെല്ലിൽ ക്രിയേറ്റ് ആ ന്യൂ പേജ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ക്യാൻവാസ് ഉണ്ടാവുന്ന വരും. ഇതിപ്പോൾ മൊബൈലിലും ഡെസ്ക്ടോപ്പിലും നമുക്ക് റെസ്പോൺസിബിലിറ്റി നോക്കി വയ്ക്കാൻ പറ്റും. ഇവിടെ എന്താണ് കമ്പനിയുടെ പേര് നിങ്ങൾ കൊടുക്കുക, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ നടത്തുന്നത്. എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ വെബ്സൈറ്റ് കൊണ്ടുവന്ന് അപ്പോൾ അങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് നമുക്ക് കൊടുക്കാം. അങ്ങനെ എന്ത് കണ്ടീഷൻ വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ ഡിപ്പെൻസ് അപ്പോൺ ബിസിനസ് കാറ്റഗറി ചെറിയൊരു ബയോ എഴുതുക. ഈ ബയോ എന്ന് പറയുന്നതും റിസ്ട്രിക്റ്റഡ് ആണ്. അക്കൗണ്ട് ഇതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സെഷനിലോട്ട് വരും. അപ്പം സാധാരണ ഒരു പേജിൽ നമ്മൾ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു പേജ് ക്രിയേഷൻ സ്റ്റെപ്സിൽ ചോദിക്കുന്നതിനാണ്. കവർ പേജ് ഇടാൻ പറയും, കവർ പേജ് ഇടാൻ പറയും. അതേപോലെ തന്നെ ഫേസ്ബുക്കിന് ഫേസ്ബുക്ക് ഇടാൻ പറയും, DP ഇടാൻ പറയും. അബൌട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ചോദിക്കുമ്പോൾ അതെല്ലാം അടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാം അടിച്ചു കൊടുത്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈല് ഒപ്പം തന്നെ ലിങ്ക്ഡ് ആയ അസോസിയേറ്റഡ് ആയ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ആവും. അപ്പം അങ്ങനെയാണ് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പേജിലാണെങ്കിലും അതേപോലെ പ്രൊഫൈലിലാണെങ്കിലും എന്തൊരു വസ്തുവാണെങ്കിലും അതിൽ ജെന്യുവനായിട്ടുള്ള ഡാറ്റകൾ അടിച്ച് കയറ്റാൻ നോക്കുക. അതാണ് പ്രോപ്പർ ആയിട്ടുള്ള കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. പിന്നീട് തിരുത്താൻ നിൽക്കാം എന്ന് അറിയിക്കാണ്ട് അപ്പോൾ തന്നെ മാക്സിമം ഇടാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടന്റുകളും അതുപോലെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളും വിട്ടിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇട്ട് പോകാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അത് ഓൾറെഡി നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആകുമ്പോൾ തൊട്ടേ നമുക്ക് ഫ്രണ്ട്സും നമ്മുടെ പ്രൊഫൈലിൽ വിസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഓൾറെഡി അതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവും. പെട്ടെന്ന് നമ്മൾ നമ്മുടെ ഒരു ഇത് മാറ്റുകയാണെങ്കിലോ, ഇപ്പോൾ കമ്പനി ഇൻവെന്റഡ് ഓൺ 2001 എന്ന് കൊണ്ട് കൊടുത്തു, 2 ദിവസം കഴിഞ്ഞിട്ട് കമ്പനി ഇൻവെന്റഡ് ഓൺ 1997 എന്ന് കൊണ്ട് കൊടുത്തു. 4 കൊല്ലം പിന്നിലോട്ട് പോയാലോ അല്ലെങ്കിൽ 3 കൊല്ലം പിന്നിലോട്ട് പോയി കഴിഞ്ഞാലോ ആർക്കാണ് കുഴപ്പം, ആ കമ്പനിയുടെ പേജ് തന്നെയാണ് കുഴപ്പം. സോ പ്രോപ്പർ ആയിട്ടുള്ള ജെന്യുവൻ ഇൻഫർമേഷൻ കൊടുക്കാൻ നോക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ എന്തുണ്ടാവുക, അതൊരു പേജായി മാറിയിട്ട് നമ്മുടെ ലൈഫിൽ എല്ലാവരും കാണുന്ന പേജുകളാണ്. സാംസങ്ങിന്റെ പേജ് ഉണ്ട്, ആപ്പിളിന്റെ പേജ് ഉണ്ട്, ഏതൊക്കെ കമ്പനികളുണ്ടോ അതിനെല്ലാത്തിനും പേജ് ഉണ്ട്. അതുപോലെ ഒരു പേജായിട്ട് മാറും. മോഹൻലാലിന്റെ പേജ് ഉണ്ട്, മമ്മൂട്ടിക്ക് പേജ് ഉണ്ട്. ഇപ്പം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേജുകളിൽ ഒരു തരം പേജാണ് കമ്പനി പോർട്ട്ഫോളിയോ, അടുത്തത് ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു പേജും. അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ പേജ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് വരാം ഗൈസ്. താങ്ക് യു.